പലസ്തീനികളെ മുൻനിർത്തി ഇസ്ലാമിക തീവ്രവാദ നിലപാടുകൾ ഉയർത്തി വീണ്ടും തുർക്കിയിലെ എർദോഗൻ. പലസ്തീനികളുടെ ആക്രമണം തടയാൻ ശ്രമിച്ച ഇസ്രായേലിനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും എർദോഗൻ. അതേസമയം പലസ്തീനികളുടെയും ഹമാസിന്റെയും ആക്രമണത്തിൽ നിശബ്ദത പാലിച്ച മാധ്യമങ്ങൾ. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പതിവ് പോലെ റംദാൻ മാസത്തോടെ രൂക്ഷമായിരിക്കുകയാണ്. റംദാൻ മാസമാകുന്നതോടെ പാലസ്തീനികളും ഹമാസും ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ശക്തമാക്കിയാണ് പതിവ്. ഇത്തവണ ജെറുസലേമിലെ അൽ അഖ്സ മസ്ജിദിൽ എത്തിയ ഒരു വിഭാഗം ഇസ്ലാമിക തീവ്രവാദി സംഘടനയുടെ പതാക ഉയർത്തിയായിരുന്നു ആക്രമണം നടത്തിയത്. ഹമാസിന്റെ പതാകകളുടനീളം ഉയർത്തി സംഘം ബാരിക്കേഡുകൾ തകർത്ത് പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഏറ്റുമുട്ടലിന് പിന്നാലെ ഗാസയിൽ നിന്നും ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ നിയമസഭയായ നെറ്റ്സിലെ അംഗങ്ങൾ പോലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങേണ്ടി വന്നു. റോക്കറ്റ് ആക്രമണങ്ങൾ പലതും ഇസ്രായേൽ തകർത്തു. തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങളും നേതാക്കളും രംഗത്ത് വരികയായിരുന്നു. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഇസ്രായേലിനെ ഭീകരരാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേലിന് നേരെ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെ മറച്ചുവെച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി ഇസ്രായേൽ വിരുദ്ധ പ്രചരണം നടക്കുന്നതെന്നാണ് ആരോപണം. മാധ്യമങ്ങളിൽ ഇസ്രായേൽ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികളുടെ ചിത്രങ്ങൾ പതിവ് പോലെ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ എന്ന ചെറുരാജ്യം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ മറുഭാഗം പലപ്പോഴും മാധ്യമങ്ങളിൽ കാണാറില്ല. ഹമാസിൻ്റെയും വിവിധ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പലപ്പോഴും ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഗോതമ്പ് പാടങ്ങളിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ബലൂൺ സ്ഫോടനം നടത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ കത്തിച്ചാമ്പലാക്കിയാണ് ആക്രമണങ്ങളിലൂടെ പാലസ്തീൻ തീവ്രവാദ സംഘങ്ങൾ. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്.